മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴിനകവും വളങ്കടിയൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ചെറിയതായിട്ടൊന്ന് ചെളിവെള്ളത്തിൽ ചവിട്ടിയാൽ മതി, നമുക്ക് നല്ല രീതിയിൽ തന്നെ വളങ്കടി ഉണ്ടാവും. ഈ കുഴിനകമായിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പം ഈ ഒരു ചെടി നിങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുവാണെങ്കിലോ നമുക്ക് കുഴിനകവും വളങ്കടിയൊക്കെ വന്നാൽ പേടിക്കേണ്ട, ഒറ്റ ദിവസം കൊണ്ട് മാറി കിട്ടും കേട്ടോ. ഇത് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ നിങ്ങൾ നട്ടു വളർത്തുവാണെങ്കിൽ കുഴിനകം വളങ്കടി മാറുന്നതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളൊക്കെ ഒന്ന് പെട്ടെന്ന് ഓടി വീണ് ഒന്ന് പൊട്ടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ മുറിവ് പെട്ടെന്ന് കരിയാനായിട്ട് നല്ലതാണ്. അപ്പോൾ മുറിവ് കരിയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കടക്കളയിലൊക്കെ കയറി കഴിഞ്ഞ് കഴിയുമ്പം ഈ നമുക്കൊക്കെ ഇങ്ങനെ പൊള്ളൽ കാര്യങ്ങളൊക്കെ വരില്ലേ. അപ്പം ഇതിങ്ങനെ പൊള്ളുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതിങ്ങനെ വച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൊള്ളിയ ആ ഒരു പാട് പോലും ഇല്ലാത്ത രീതിയിൽ മുറിവ് കരിയുകയും ചെയ്യും, ഇൻഫെക്ഷൻ വരത്തില്ല കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ പേര് തന്നെ മുറിക്കൂട്ടി എന്നാണ്. മിക്കവരൊക്കെ വീട്ടിലുണ്ട്, പരിസരത്തൊക്കെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു കമ്പ് നമുക്ക് ഇതുപോലെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മരുന്നിനെടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് നമ്മൾ നിലത്ത് ഇങ്ങനെ പടർന്ന് പിടിച്ച് നമുക്ക് നട്ട് വളർത്താണ്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ചട്ടിയിൽ തൂക്കിയിടുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇലകൾ പറിക്കാനായിട്ട് കിട്ടും. അതല്ല നമ്മൾ മുറ്റത്തൊക്കെയാണ് നട്ടു കൊടുക്കുന്നതെങ്കിൽ പാമ്പ് കയറി കിടന്നാൽ കാണത്തില്ല, ഭയങ്കരമായിട്ട് പടർന്ന് പിടിക്കും. അപ്പം ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഒരു ചട്ടിയിൽ തൂക്കിയിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിങ്ങനെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ വളങ്കടി കുഴിനകത്തിന് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 തണ്ട് ഇങ്ങനെ തണ്ടല്ല ഇല പറിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ഇതുപോലെ ഒരു അമ്മിയിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് ഇതിൻ്റെ നീരെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നീര് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞതിന് ശേഷം നീരെടുത്തിട്ട് ഇത് വെറുതെ നമ്മൾ മുറിവിലൊക്കെ ഇങ്ങനെ പരട്ടി കൊടുക്കുകയാണെങ്കിൽ മുറിവ് കരിയാൻ നല്ലതാണ്. മുറിവ് കരിയുന്നത് ഈ ഒരു രീതി നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഷുഗർ രോഗികളുടെയൊക്കെ മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ പാടായിരിക്കും. അവരുടെ മുറിവ് ഇങ്ങനെ പഴുത്ത് വന്നുകൊണ്ടിരിക്കും, ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഷുഗർ രോഗികളുടെയൊക്കെ മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള മഞ്ഞളുടെ പൗഡർ, മഞ്ഞൾപ്പൊടി ഉണ്ട്, നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു നുള്ളിട്ട് കൊടുത്തിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഷുഗർ രോഗികളുടെയൊക്കെ മുറിവിൽ പറ്റി കൊടുക്കുകയാണെങ്കിൽ അവരുടെ മുറിവ് പെട്ടെന്ന് കരിയും. പിന്നെ അത് മാത്രമല്ലാണ്ട് ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചിരങ്ങൊക്കെ വരത്തില്ലേ, അപ്പോൾ അന്നേരം ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ ചൊറിയും അങ്ങനത്തെ പോലെ തന്നെ ചിരങ്ങൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും, ഒരുപാട് വലുതായി വരത്തില്ല, പെട്ടെന്ന് കരിഞ്ഞു നോക്കുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ കുഴിനകത്തിനും വളം കടിക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴിനകവും വളങ്കടിയും വരുമ്പം ഈ കാലിൻ്റെ ഇടഭാഗത്തോടൊക്കെ നമുക്ക് ഈ വളം കടിക്കുന്ന വിരലുകളിൽ കൂടെ ഇടയിൽ കൂടെ ഇതിങ്ങനെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ വളങ്കടി പെട്ടെന്ന് മാറി കിട്ടും. അതുപോലെ തന്നെ കുഴിനകമുള്ള കാലിൻ്റെ ആ ഒരു ഭാഗത്തും ഇതിങ്ങനെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ വളങ്കടിയും മാറും, കുഴിനകവും മാറും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നാച്ചുറലായിട്ട് നമുക്ക് ഡെറ്റോളിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മരുന്ന് ചെടിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പേര് റെഡ് ഐവി എന്നാണ്. നമുക്ക് ഡെറ്റോൾ പ്ലാന്റ് എന്നൊക്കെ പറയും, ചിലർ മുറുക്കൂട്ടി എന്ന് പറയും. അപ്പം എവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ നട്ട് വളർത്താം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഇതുവരെ ഫോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.